സകല ഉത്സവ കമ്മിറ്റിക്കാരെയും ഫ്ലോട്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ അഡ്വാൻസ് വാങ്ങിയിട്ട് ഇങ്ങനെ ഇവിടെ ബ്രേക്ക് ഡാൻസ് കളിക്കുവാണോ? ഇവിടെ ഒരു മൂക്ക് കാണാനില്ലെന്ന്. മൂക്ക് കാണാനില്ലെന്നോ? പിന്നെ ഈ കണ്ണിന്റെ സെന്ററിൽ ഇരിക്കുന്ന പടവലങ്ങയാണോ? എന്റെ മൂക്കല്ല, ഇത് കാട്ടുകട അമ്പലത്തിലെ ഉത്സവമാണ്. അവിടെ നമ്മളൊരു രാക്ഷസിയുടെ ഫ്ലോട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വെക്കാനുള്ള ഒരു മൂക്ക് ഞാൻ ഇവിടെ വെച്ചിരുന്നതാണ്. നിങ്ങൾ എവിടെ വെച്ചെന്നൊന്ന് ഓർക്ക് മനുഷ്യ. ഞാൻ ഇവിടെ വെച്ചിരുന്നാണെന്ന് കാണാനില്ല. അവിടെ വെച്ചിരുന്നാണോ? അത് മൂക്കായിരുന്നോ? ഞാൻ വാഴയുടെ കൂമ്പാന്ന് പറഞ്ഞ് തോരൻ അരിഞ്ഞു വെച്ചു. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാൻ എടുത്ത് കറി വെക്കല്ലേ? ഓ, ഇപ്പൊ ഒരു മൂക്ക് പോയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൂക്കല്ലയോ, എന്റെ മൂക്ക് എടുത്ത് അങ്ങ് വെച്ചു. നിന്റെ മൂക്ക് മതി ആ രാക്ഷസിക്ക് വെക്കാനായിട്ട്. രാക്ഷസിക്ക് വെക്കണ ഈ നീളമുള്ള മൂക്ക് വെക്കണം. നിനക്ക് ഈ നീളത്തിൽ നാക്കല്ലേ ഉള്ളൂ, മൂക്കുണ്ടോ? അപ്പൊ എന്റെ നാക്കിനാ കുഴപ്പം. ഞാനൊരു കാര്യം പറയട്ടെ. നാളെയല്ലോ സ്കൂളിലെ പിള്ളേർക്ക് എന്തോ സിൽവറിന്റെ അപ്പൂപ്പനെ കണ്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞത്. അയ്യോ, അത് വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? അയ്യോ, എന്തോന്ന് കയ്യോ? ഒരു കാര്യം ചെയ്, നിന്റെ അപ്പൂപ്പനകത്തിരിപ്പില്ലേ? തിരിപ്പുണ്ട്. വിളിച്ചിട്ടുണ്ടോ? എന്തിന്? സിൽവർ പെയിന്റ് അടിച്ച് 2 ദിവസം കൊണ്ട് അവിടെ വെക്കാം. അയ്യോ, എന്റെ അപ്പൂപ്പനെ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ അങ്ങനെ പൈസ എടുക്കണ്ട കേട്ടോ. ഇക്കണക്കിന് നയൻതാരയുടെ പ്രതിമ വേണോന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കൊണ്ട് അവിടെ നിർത്തുമല്ലോ. കുറച്ചൊക്കെ കേറി പോയല്ലോ. അല്ല, പണ്ട് ഞാൻ നയൻതാരയുടെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനായി പോയത്. നയൻതാരയുടെ ലുക്കല്ലായിരുന്നു, തലേത്താരെന്ന് ആരെങ്കിലും വിളിച്ചായിരിക്കും. അവിടെയൊക്കെ ചിക്കി പെറുക്കി ഇടാതെ അതൊക്കെ ഒന്ന് വൃത്തിക്ക് നിക്കുന്നീ. ആരെങ്കിലും ഒക്കെ ഫ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റാണ്. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം, അറിയാമോ? അയ്യോ, നിങ്ങളെ ഫ്ലോട്ടിനെ പറ്റി കിടുക്കാച്ചിയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ജീവനിട്ടൊരു ഫ്ലോട്ടാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കിടുക്കാച്ചി ഫ്ലോട്ട് ഇത് കൊണ്ടുപോകോ, കൈ കാണാൻ എടുത്ത് തോരൻ വെക്കും, വേറെ കുഴപ്പമൊന്നും. അത് അതിന്റെ ഭാര്യയാണ്. ഭാര്യയാണ്? നിന്നെ കണ്ടപ്പോ ജീവൻ തുടിക്കുന്ന ഫ്ലോട്ടാണെന്ന് തോന്നി. അത്രേ. നയൻതാരയുടെ ലുക്ക് ഉണ്ടായിരുന്നു? ചെറുതായിട്ട് തോന്നി. ക്ഷമിക്കണം, ഞാന് ചേമ്പുകര അമ്പലത്തിൽ നിന്ന് ഉത്സവത്തിനായിട്ട് വന്നതാണ്. അങ്ങോട്ട് നിങ്ങളുടെ ഒരു ഫ്ലോട്ട് വേണമായിരുന്നു, അത് ബുക്ക് ചെയ്യാനായിട്ട്. നമ്മളതാണല്ലോ മെയിൻ ഫ്ലോട്ട് ആണല്ലോ. ഞാൻ അമ്പലത്തിന്റെ കാര്യങ്ങളായിട്ട് വന്നതാണ്. പക്ഷെ ഞാനിപ്പോ ചെന്നൈയിലാണ്. ഞാനിപ്പോ ചെന്നൈയിലാണ്. നിങ്ങളിപ്പോ ചന്ദ്രന്റെ വീട്ടിലാണ്. അല്ല, ഞാൻ ഇപ്പൊ ചെന്നൈയിലാണ് നിൽക്കുന്നത്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. നിങ്ങളിപ്പോൾ ചന്ദ്രന്റെ വീട്ടിലാണ്. നിങ്ങൾ ചുമ്മാ ഹിപ്നോട്ടിസം കളിക്കല്ലേ? ആ ചെറുക്കൻ പറഞ്ഞത് അവനിപ്പോ ജോലി ചെയ്യുന്നത് ചെന്നൈയിലാണെന്ന്. അതാണ് ജോലി ചെയ്യുന്നത് ചെന്നൈയിലാണ്. അപ്പം എനിക്കൊരു ഫ്ലോട്ട് വേണം. നിങ്ങൾ അത് ഇന്ന് തന്നെ ശരിയാക്കി നമുക്ക് തരണം. ഓ, ഇന്ന് തന്നെ ശരിയാക്കി തരാം. ഞങ്ങളുടെ ഫ്ലോട്ടിനെ കുറിച്ചൊക്കെ ഭയങ്കര അഭിപ്രായമാണ് നാട്ടില്. പിന്നെ നിങ്ങളുടെ ഫ്ലോട്ടിനെ പറ്റി ഭയങ്കര അഭിപ്രായമാണ്. അങ്ങ് ചെന്നൈ വരെ നിങ്ങളുടെ ഫ്ലോട്ടിനെ പറ്റി ഭയങ്കര അഭിപ്രായം. പിന്നെ എന്റെ ഊഹ ശരിയാണെങ്കിൽ ആ പള്ളിക്കര ജംഗ്ഷനിൽ നിങ്ങളൊരു ഐസ്ക്രീം നിന്നോണ്ട് ഓടുന്ന ഒരു പെങ്കൊച്ചിന്റെ പ്രതിമ വെച്ചിട്ടില്ലേ? അതാണ് ഏറ്റവും കിടുക്കാച്ചി പ്രതിമ. അല്ല, പള്ളിക്കര ജംഗ്ഷനിൽ ഐസ്ക്രീം തരുന്ന പെൺകുട്ടിയുടെ ഫ്ലോട്ട് വെച്ചിട്ടുണ്ടോ? ദീപശിഖ ഏന്തിയ PT ഉഷ. നമുക്ക് എന്നാ വേണ്ടത്? നമുക്ക് ഇന്ന് വൈകുന്നേരം. അപ്പൊ വെറൈറ്റി ആയിട്ട് ഒരു ഫ്ലോട്ട്. പിന്നെ അയ്യോ, നമ്മളാ മറ്റേ സാധനം ഉണ്ടായിരുന്ന കൊടുക്കാറ്. ഏതേട്ടാ? നമ്മുടെ ദിനോസർ ഇല്ലേ? അയ്യോ, അടിപ്പ സാധനം ഉണ്ടെങ്കിൽ ഇറക്കി വിട്. ഇയാൾക്ക് ഭാഗ്യമില്ലാതെ പോയല്ലേ. നമ്മുടെ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഇല്ലേ? ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ്, കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന ഒരു സംഘടന. ആവശ്യമില്ലാതെ കേറി പാടില്ലാത്തൊന്നും പറയരുത്. അവരുടെ 1ാമത്തെ വാർഷികത്തിന് ചേട്ടനോട് പറഞ്ഞ ഒരു ദിനോസറിന്റെ ഫ്ലോട്ട് വേണമെന്ന് പറഞ്ഞു. ചേട്ടനാണെങ്കിൽ ജീവൻ തുടിക്കുന്നതല്ലേ ഉണ്ടാക്കുന്നത്. ജീവൻ തുടിക്കുന്ന ഒരു ദിനോസർ, അത് റിമോട്ട് അങ്ങോട്ട് ഓൺ ആക്കുമ്പോഴത്തേക്ക് ഈ ദിനോസർ ഇങ്ങനെ ചാടി ചാടി അങ്ങ് നടക്കുവേ. ഇതിനെ കൊണ്ടുവന്ന് ആ ക്ലബിലേക്കോട്ട് അങ്ങോട്ട് ഇറക്കി വിട്ടതുമല്ല, തിരിച്ചു ഞെക്കാൻ നോക്കുന്ന ഈ റിമോട്ട് വർക്ക് ചെയ്യുന്നില്ലെന്നേ. ഈ ദിനോസർ ആണെങ്കിൽ അവിടെ മുഴുവൻ തകിടം മറിക്കുവോ. സ്റ്റേജിൽ കയറുന്നു, സ്റ്റേജ് വലിച്ച് താഴെ ഇടുന്നു, മൈക്ക് സെറ്റ് കയറുന്ന മൈക്കെടുത്ത് താഴെ ഇടുന്നു. ദിനോസർ അവിടെ മുഴുവൻ ബഹളം തന്നെ ബഹളം. ഫോറസ്റ്റുകാർ വന്നപ്പോ മുറ്റ കോമഡി. ഫോറസ്റ്റുകാർ വന്ന് വെടിവെപ്പോടെ വെടിവെപ്പ്. ഈ ദിനോസറിനെ വെടിവെച്ച് ജീവനുള്ളതിനെ വെടിവെച്ചാലല്ലേ ചാവത്തുള്ളൂ. പിന്നെ എല്ലാവരുടെ ചാക്കിനകത്ത് കയറ്റി ഈ വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങ് വെച്ച്. അപ്പൊ പ്രശ്നം ഏകദേശം ഒതുങ്ങി കാണും. എങ്ങനെ ഒതുങ്ങാനാ? വീട്ടിൽ കൊണ്ട് വെച്ചതുമല്ല, ഈ നാട്ടിലുള്ള സകല പട്ടികളും വീടിന്റെ മുമ്പിൽ കിടന്ന് കൊരയോടെ കൊര. പട്ടികൊര മാത്രമോ, നാട്ടുകാർ മുഴുവൻ കിടന്ന് ചീത്തവിളി തന്നെ ചീത്തവിളി. അവസാനം സൈകിട്ട് ഞാൻ എന്നെ കത്തിച്ച് കളഞ്ഞ ആ വിഷയം അവിടെ തീർന്നല്ലോ. കത്തിച്ച് കഴിഞ്ഞപ്പോഴെങ്കിലും ആ വിഷയം തീർന്നു? ഇല്ല, കത്തിച്ച് കളഞ്ഞ കേസായില്ലേ? നിങ്ങളുടെ സാധനം നിങ്ങൾ കത്തിച്ച് കഴിഞ്ഞാൽ എന്നാ കേസാവാനാ? ആ ദിനോസറിനെ കത്തിച്ചപ്പോ തെക്കല് രവിയുടെ പെരയും കൂടെ നിന്ന് കത്തിയത്. അതിന്റെ കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുവല്ലേ? അതൊക്കെ ചിലപ്പോ സംഭവിക്കുമല്ലോ. ഫ്ലോട്ട് ഉണ്ടാക്കാത്ത ദിവസം എല്ലാം ചേട്ടൻ കേസിന് കിടക്കുക. വേറെ കേസുണ്ട്. ഞാൻ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതും കേസാണോ? അല്ലല്ല, ഞാൻ ചെറിയ ദിനോസറിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അകത്ത്. എവിടെ ഉണ്ടാക്കി
ഉണ്ടാക്കി വെച്ച് നമ്മൾ ഷെഡിലിരിക്കുന്നില്ലേ? ഷെഡിലിരിക്കുന്ന ദിനോസർ. ആ ചെറിയ ദിനോസറാ അത്. അയ്യോ എന്റെ അമ്മയാണ് ഞാൻ വിചാരിച്ചത് കുണ്ടളപ്പുഴുവാന്ന്. മറ്റേ കുണ്ടളപ്പുഴു ഇങ്ങനെ പോന്നെ അതല്ലായിരുന്നോ? ദിനോസറാണത്. അയ്യോ അതിന്റെ നെറ്റിക്ക് എഴുതി വെക്കണം കേട്ടോ ദിനോസറാന്ന്. കാരണം നിങ്ങൾ അതും ഇതും പറഞ്ഞോണ്ടിരിക്കുക വെറൈറ്റി എന്തെങ്കിലും സാധനം ഉണ്ടായപ്പോ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രാക്ഷസനെ, ഭീകരനായ ഒരു രാക്ഷസനെ വധിക്കുന്ന ഒരു രാക്ഷസിയുടെ ഫ്ലോട്ട് ഉണ്ട്. അപ്പൊ ഏകദേശം അതിന് എത്ര രൂപയാവും? അതിന് ഏകദേശം നമ്മളെ വധിക്കുകയല്ലേ, അപ്പൊ ഏകദേശം ഒരു 50,000 രൂപയൊക്കെ വരും. പൊന്നിയേട്ടാ 50,000 രൂപ ഇച്ചിരി കൂടുതലാ. കുറച്ച് കുറയ്ക്ക്, 50,000 രൂപ കൂടുതലാ. ആണോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 തെറിയൊക്കെ പറഞ്ഞ് ഒരു തോണ്ടി വിടാം. മോനൊക്കെ ഒരു കുത്തു കൊടുക്കണം. കൊല്ലണ്ട അല്ലേ? കൊല്ലണ്ട. ഒരു 20,000 അത് മതിയോ? അത് മതി. ഇതിന് വേറെ കുഴപ്പമെന്ന് വെച്ചാല് ഫ്ലോട്ട് ഇല്ല, അത് വർക്കിന് പോയിരിക്കാണ്. ഞങ്ങൾ ലൈവ് ചെയ്യും. എങ്ങനെ? ലൈവ് ആർട്ടിസ്റ്റുകളും കൂടെ ഞങ്ങൾ. രാക്ഷസനെ കൊല്ലുന്ന രാക്ഷസിയുടെ ഫ്ലോട്ട് ഞങ്ങൾ ലൈവ് ചെയ്യും. ലൈവ് ചെയ്യുമെങ്കിൽ എനിക്ക് ഡെമോ കാണണം. ഇത് HD ദൃശ്യമികവിലൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതൊന്നും ഇപ്പൊ ഉണ്ടാവില്ല, കോസ്റ്റ്യൂമും ഇല്ല തരക്കേടില്ല. പോരായ്മകളൊക്കെ ക്ഷമിച്ചേക്കണം. വൈകിട്ട് ഞങ്ങൾ കിടക്കും. 25,000 രൂപ അല്ലേ? അപ്പൊ തുടങ്ങാം. 3 സ്റ്റാർട്ട്. നിക്കടാ അവിടെ. അമ്മേ നിക്കടാ അവിടെ. അമ്മേ നിക്കടാ അവിടെ. അമ്മേ. അതിനെ പരിപാടിയാണ്. എന്ത്? അത് ശൂലത്തിന് കുത്തി. അത് അറിയാം, അത് വണ്ടി ഒന്ന് കട്ടറി വീണതാ. വീണതായിരുന്നു. അങ്ങനെ അറിയാതെ കാണിക്കുന്നത്. എന്ത്? ഇപ്പൊ ഞാൻ ഉണ്ടാക്കി വെച്ച സാധനം ഈ ഫ്ലോട്ട് ലൈവ് 20,000 രൂപ കൊണ്ട് ചെയ്യണത്. അപ്പൊ നീ എന്നെ അവിടെ വെച്ച് കുത്തിയിട്ട് കഴിഞ്ഞാ? അല്ല അത് കുത്തിയെന്ന് വിചാരിച്ചത് 2-2.5 മണിക്കൂർ പോകേണ്ട ഷോ ആണ്, അറിയാമോ? ചേട്ടാ അങ്ങനെ ഞാനല്ലേ പൈസ മുടക്കി ഇത്രയും ഫ്ലോർ ചെയ്തിട്ട് ഞാൻ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി അറിയാതെ നിൽക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ? എന്താ? മതി. ഫ്ലോട്ട് വേണ്ട. ഫ്ലോട്ട് വേണ്ട. ഞങ്ങള് വഴക്കിട്ടെന്ന് വിചാരിച്ച അതിപ്പോ അങ്ങ് കോംപ്രമൈസ് ആവും. വേണ്ട, അതുകൊണ്ടൊന്നും അല്ല. പിന്നെന്താ? ഇപ്പൊ പുതിയൊരു നിയമം അനുസരിച്ച് 10 മണി വരെയല്ലേ അമ്പലത്തിലൊക്കെ പ്രോഗ്രാം നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ക്ലബ്ബ് പറഞ്ഞു ഇത് ക്യാൻസൽ ചെയ്തേക്കാൻ. അതുകൊണ്ട് പ്ലോട്ട് വേണ്ട. ഇതിപ്പോ 5ാമത്തെ പരിപാടിയാ വേണ്ടെന്ന് പറഞ്ഞു പോകുന്ന ഞങ്ങൾ ഈ പൈസയൊക്കെ മുടക്കി ഇത് എന്തിനാ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? എന്റെ പൊന്നു വെച്ച് ഞങ്ങൾ എന്നെ ചെയ്യുന്നത്, ഞങ്ങൾ ഈ ചെന്നൈയിലൊക്കെ പോയി കിടന്നിട്ട് വല്ലപ്പോഴാണ് അമ്പലത്തിൽ ഉത്സവം കാണുന്നത്. അതിന് പോലും ഇവന്മാര് സമ്മതിക്കത്തില്ല. ഞാൻ എന്തോ ചെയ്യാൻ എന്റെ പൊന്ന്. അയ്യോ ചേട്ടാ ഇതെന്താ ചേട്ടാ 10 മണി കഴിഞ്ഞ് പരിപാടി ഒന്നും നടത്താത്തെ? വിധിയല്ലേ ഇത്? അതെ, കലാകാരന്മാരുടെ വിധിയായത്. അല്ല ഈ ക്രമസമാധാനത്തിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയേക്കുന്നേ? ഞാൻ നോക്കിട്ട് ക്രമസമാധാനത്തിന് വേണ്ടിയിട്ടല്ല, പിന്നെ കലാകാരന്മാരുടെ മനസമാധാനം കളയാൻ വേണ്ടിയിട്ടാ. ഓ ഞങ്ങളുടെ ഒരു വിധി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.